guys, welcome to our YouTube channel. It's Roaming Malu. എൻ്റെ പേര് അരണി എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ വന്നു എന്നതിനെ കുറിച്ചാണ്. അതായത് ഞാൻ ഏത് ലെവലിൽ വെച്ചിട്ടാണ് വന്നത്, പിന്നെ എന്തൊക്കെ പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നു പോയത്, പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ വർഷം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതൊക്കെ ഒരുപാട് പേരിപ്പം വീഡിയോയിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിലുപരി ഇപ്പം ഇവിടെ ഉള്ള ഒരാളുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും നാട്ടിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ചിലപ്പം കൂടുതൽ പേരും നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ പറയുമ്പം ആ പോസിറ്റീവ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് എനിക്കിവിടെ വന്നിട്ടുണ്ടായുള്ള ഒരു പോസിറ്റീവ് അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം പോസിറ്റീവ് കാണുമ്പോൾ രണ്ടു പേർക്ക് വരാൻ തോന്നുമല്ലോ. അപ്പം ഞാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് A2 ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം A2 ലെവൽ വെച്ചിട്ട് കെൻഡനൈസ് പ്രൂഫിങ്ങിനാണ് ഞാൻ വന്നത്. അതായത് ഒരു 18 മാസം നമ്മൾ അതായത് പകുതി ഹോസ്പിറ്റലും പകുതി നമ്മൾ ഷൂളയിലും ആയിരിക്കും. അപ്പം ഞാൻ വർക്ക് ചെയ്തത് ഹെൽഫറിനായിട്ടാണ്. ആദ്യം വന്ന സമയത്ത് ഒരു 18 മാസം വർക്ക് ചെയ്തത് ഹെൽഫറിനായിട്ടാണ്. അതിന് കൂടെ A2 വെച്ചിട്ടാണ് വന്നത് കൊണ്ട്, അതായത് വിസ അഴിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു 1 ഇയറോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് വിസ ശരിയായത്. വിസ ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് നമുക്ക് ഓഫർ ലെറ്റർ തന്ന അതായത് ഓൾഡ് ഏജ് ഹോമിൽ അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം വിസ കിട്ടി 2 മാസമായിട്ടും അവരുടെ റെസ്പോണ്ട് ഇല്ലാത്ത സമയത്ത് ഞങ്ങളെ അതായത് ഹെൽപ്പ് ചെയ്ത പുള്ളി തന്നെ ഒരു ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചു, അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ കണക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അത് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട്, അതായത് വിസ ഓൾറെഡി ശരിയായല്ലോ. അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ ശരിയായപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തു, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര, അതായത് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോയും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് എൻ്റെ ഇവിടെയുള്ള നമ്മളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കൊളീഗ്സൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ആദ്യം വന്നപ്പോൾ ഭയങ്കര അവഗണന, അതേപോലെ തന്നെ ലാംഗ്വേജിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്ന സമയത്ത് എനിക്ക് A2 ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജർമ്മൻ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യിൽ എണ്ണാവുന്ന വൊക്കാബുലറി എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പം പക്ഷേ എനിക്ക് കിട്ടിയ ഹോസ്പിറ്റലിലെ കൊളീഗ്സ് ആണെങ്കിലും അവിടുത്തെ ഇപ്പോൾ എന്താ പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ നല്ല, അതായത് നമ്മൾ ഒരിക്കലും നമുക്ക് വേറൊരു കൺട്രിയിലേക്ക് വന്നിട്ട് നമുക്കൊരു റേസിസോ അല്ലെങ്കിൽ അതായത് ഒരു അവഗണന അങ്ങനത്തെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അത്രയ്ക്ക് നല്ലതായിട്ടാണ് അവർ, കാരണം ഈവൻ എനിക്ക് ലാംഗ്വേജ് ഇല്ല. പിന്നെ B2 വെച്ചിട്ടല്ല വന്നത്, A2 വെച്ചിട്ടാണ് വന്നത്. B2 വെച്ചിട്ട് വരുന്നവർ തന്നെ ഇവിടെ വരുമ്പം ആദ്യത്തെ ഒരു വർഷമൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനത്തെ കാര്യത്തിലാണെങ്കിലും. അപ്പം A2 വെച്ചിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ ഒരാളോട് പോയിട്ട് മിങ്കിൾ ചെയ്യാനോ അങ്ങോട്ട് പോയിട്ട് മിങ്കിൾ ചെയ്യാനോ സംസാരിക്കാനോ നിൽക്കാറില്ല. ശരിക്കും അതെൻ്റെ ആവശ്യമാണ്, എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ശ്രമിക്കാറില്ല. അപ്പം ഇതുപോലെ കെൻഡനൈസ് പ്രൂഫിങ്ങിൻ്റെ അവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആരോടും മിണ്ടാറില്ല. പക്ഷെ അവരെന്നോട് വന്ന് സംസാരിക്കാറുണ്ട്, എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷേ ഈ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഞാൻ വന്ന സമയത്ത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. അത് നമ്മുടെ കയ്യിൽ നമ്മളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ചുറ്റിനുമുള്ളവർ നല്ലതായിരുന്നു. അത് ഇവിടുത്തെ കൊളീഗ്സ് ആണെങ്കിലും അങ്ങനത്തെ ഇതാണെങ്കിലും ഇവിടുത്തെ കൊളീഗ്സ് ആണെങ്കിലും അവർ നല്ലതായിരുന്നു. അതായത് അവർ സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് അവർ കൊണ്ടുവന്നിടത്ത് നമ്മളെ കൊണ്ടുപോയി നല്ലൊരു മാനേജ്മെൻറ്റ്, നല്ലൊരു കമ്പനിയും അതുപോലെ തന്നെ നല്ല ആൾക്കാരുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഈ 18 മാസം കൊണ്ട് അതായത് ഞാൻ B2 എഴുതി, B2 പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്തൊന്നും എനിക്ക് വലുതായിട്ട് ഈ പറഞ്ഞ കണക്ക് വൊക്കാബുലറിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്നാലും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിത്തം മാത്രമേ ഉള്ളൂ. അത് അറിയാലോ, നമ്മൾ പഠിക്കുക, പോവുക, എഴുതുക, അങ്ങനത്തെ ഒരു സംഭവമേ ഉള്ളൂ. അല്ലാതെ അതൊരു ഡെയിലി ലൈഫിലേക്ക് യൂസ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയൊന്നും എനിക്ക് ആ സമയത്തില്ലായിരുന്നു. എങ്കിലും പോവുക, ആ 8 മണിക്കൂറത്തെ ഷിഫ്റ്റ് കഴിയുക, വീട്ടിൽ വരിക, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു എന്താ പറയുക ഹെൽപ്പറിനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു 1500 യൂറോ 1600 യൂറോ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുമായിരുന്നു. ബൈ ഹാൻഡ് കിട്ടുമായിരുന്നു. അതായത് റെൻറ്റ്, അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പം ഞാൻ വന്ന സമയത്ത്
എനിക്ക് പോസിറ്റീവ്, ഈ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടേ വന്നിട്ടുള്ളൂ. വേറൊരു സ്റ്റേറ്റിലേക്ക് മാറി, ഇപ്പം ഞാൻ ഹെസനിലാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ലാംഗ്വേജിൻ്റെ കാര്യം സംസാരിക്കുന്ന വരുന്ന എല്ലാവർക്കും ഒരു ആദ്യത്തെ ഒരു വർഷവും അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊക്കെ ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ ഇപ്പം സ്കൂളിൽ ചെയ്യുമ്പോഴത്തേക്കും പഠിക്കുന്ന ഒരു സംഭവമല്ല. നമ്മൾ സ്കൂളിൽ ചെയ്യുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ജർമ്മൻ പഠിക്കുന്നില്ല. ഇപ്പം ജർമ്മൻ നമ്മൾ പഠിക്കുന്ന ഒരു 8 മാസം അല്ലെങ്കിൽ 10 മാസം കൊണ്ട് പഠിച്ച് ഒരു B2 എഴുതിയിട്ട് ഡയറക്റ്റ് വരുന്ന ഒരാളാണ്. നമുക്ക് എത്രയെന്ന് പറഞ്ഞാൽ ഈ 10 മാസം പഠിച്ച അറിവേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ വന്നിറങ്ങുന്നത് ഇവിടെ ജനിച്ച് വളർന്ന ആ ഭാഷ ഇവിടെ, അതായത് ജനിച്ച് വളർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നടുവിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വരുന്ന ആദ്യത്തെ 1.5 വർഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് വൊക്കാബുലറി അവർ പറയുന്ന മനസ്സിലാകത്തില്ല, നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നം. അതൊരു 100 പേരിൽ ഒരു 95 പേർക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ബാക്കി ഒരു 5 പേര് ഭയങ്കര, അതായത് ഹാർഡ് വർക്കിങ്ങും ഭയങ്കര ഇതുള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ വന്നു കഴിയുമ്പോൾ, ഞാൻ വന്നൊരു ജാനുവരി സമയത്താണ്. അപ്പം നമ്മുടെ നാട്ടിൽ നല്ല ചൂടും, ഇവിടെ വന്നപ്പോഴത്തേക്കും വലിയ ജാക്കറ്റ് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഈ വന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. പ്രത്യേകിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ 1 ഇയർ വെയിറ്റ് ചെയ്ത് വീട്ടിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നാട്ടുകാരുടെ കുത്തലും വഴിയിൽ പോകുന്നവരുടെ കുത്തലും വെളിയിൽ ഇറങ്ങാതിരുന്നിട്ട് വീടിനകത്ത് വന്നിട്ട് മോളെ എന്തായി ശരിയായോ പോകുന്ന കാര്യമെന്ന് ചോദിക്കുന്നവരുടെ എണ്ണമായിരുന്നു ആ സമയത്ത് കൂടുതൽ. അപ്പം എനിക്കപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവമില്ല. നാട് വിട്ടു പോവാണ്, വീട് വിട്ടു പോവാണ്, അങ്ങനത്തെ ഒരു സംഭവം, ഒരു ഫീലിങ്സ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജർമ്മനിയിലേക്ക് എത്തിയാൽ മതി എന്നുള്ളത്. കാരണം ഒരു വർഷം അത്രയും സ്ട്രഗിൾ ചെയ്തു, പിന്നെ വിസ കിട്ടിയിട്ട് പിന്നെ അവിടെ ഇരുന്നു. വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പോകാണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്തൊക്കെ വീട്ടിലുള്ളവരൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും, വിസയൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല, ചുമ്മാ പറയുന്നതായിരിക്കും എന്നൊക്കെയുള്ള ടോക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, വേറൊരു കാര്യം. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് എങ്ങനെയും പോകാൻ. പിന്നെ നമ്മൾ എക്സൈറ്റഡ് അല്ല, നമ്മുടെ നാട്ടിൽ ചൂട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്, മരങ്ങളൊക്കെ മറ്റേ ഇലയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇല പൊഴിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ കണ്ടമാനം തണുപ്പോ അങ്ങനത്തെ എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ മറന്നുപോയി അങ്ങനത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു. പക്ഷേ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്കൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് സെറ്റാണ്. അങ്ങനെ വെതറിൻ്റെ എടുക്കലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരൊറ്റ പ്രോബ്ലമേ ഉണ്ട്. ലാംഗ്വേജ് എന്നുള്ളൊരു ബാരിയർ മാത്രമേ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ സൈഡിൽ പോസിറ്റീവ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് ഓരോരുത്തർ വന്ന് ഇറങ്ങുന്ന കമ്പനിയും അവിടുത്തെ കോളീഗ്സ്, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് അതനുസരിച്ചിരിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവാണോ നെഗറ്റീവ്. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര എനിക്ക് പോസിറ്റീവായിരുന്നു ലാംഗ്വേജ് വെച്ച്. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ്. പക്ഷെ എനിക്ക് വേറെ അടുത്തോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഡോർമെൻറ്റിൽ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അവിടുത്തെ ആൾക്കാരും അത്ര നല്ലതായിരുന്നു, പിന്നെ ആ സ്ഥലവും അടിപൊളിയായിരുന്നു. അതായത് ഞാൻ നിന്ന സ്ഥലമാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര മേ ബി ഫസ്റ്റ് വന്ന് ജർമ്മനിയിൽ അവിടെ നിന്നതുകൊണ്ടായിരിക്കാം ആ ഒരു സ്ഥലത്തിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. പക്ഷേ ഡോർട്ട്മുണ്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഇപ്പം എനിക്കറിയാം കുറേ പേര് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്, കുറേ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഒരു എന്തിനെക്കുറിച്ചെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുവോ, അല്ലെങ്കിൽ എനിക്ക് അതായത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തും പിന്നെ എൻ്റെ എക്സ്പീരിയൻസിലൂടെയും. എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യം എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ്. എനിക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ല വേറെ ആൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾ വരുമ്പോഴും ഇപ്പോൾ എനിക്കുണ്ടാവുന്ന എക്സ്പീരിയൻസും അല്ല വേറെ ആൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസും ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പം എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യം എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ചോ അല്ല ഇൻഫർമേഷൻ കളക്ട് ചെയ്തും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. Thanks for watching. It's Roaming Malu. Bye bye.